കുതിര ഇതെന്താ ഓടി നടന്ന് കുതിര വെട്ടുന്നു? ഇവിടെ കുതിരക്കൊക്കെ ഒരു സ്ഥാനമുണ്ട്, ആ സ്ഥാനത്ത് വെക്കും. എന്താ ഇങ്ങോട്ട്? ഇങ്ങോട്ട് ഇവിടെയാണല്ലേ? ഓക്കെ ഓക്കെ. ബ്രില്യൻ ഷോപ്പ് തോറ്റ തുടങ്ങിയില്ലുള്ളു കളി. ഇതോട്ടല്ലേ താൻ എന്തിനാണെങ്കിൽ എന്തിനീ കുതിരയെ മാത്രം ഇറക്കി കളിക്കുന്നത്? ബാക്കിയുള്ളവർക്ക് എന്താ ചായ കുടിക്കാൻ നിൽക്കുക? കുതിരയ്ക്ക് പുല്ലും വെള്ളം മാത്രം കൊടുത്താൽ ചിലവ് കുറവാണല്ലോ. എടാ നീ ചിലക്കാണ്ട് കളിക്കടാ. തോക്കാറായി കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ന്യായങ്ങൾ കൊണ്ടുവരണത്. തോറ്റെങ്കിൽ തോറ്റെന്ന് പറയാം, കളി വെറുതെ. അങ്ങനെ ഞാൻ സമ്മതിക്കത്തില്ല. എടാ നിന്നോടൊക്കെ എത്ര വട്ടം ഞാൻ പറഞ്ഞടാ ഈ നശിച്ച കളി കളിക്കരുതെന്ന്? നശിച്ച കളിയാ അമ്മ, ഇത് ഗെയിമാണ്, ഗെയിം. എടാ ഇത് ഗെയിം അല്ല, ഇതാണ് യുദ്ധം. ഇത് കളിച്ചോണ്ടല്ലോ ആ കുടുംബത്ത് യുദ്ധം ഉണ്ടാവും. തുപ്പല്ലേ മൊത്തോട്ടെ. എടാ നിനക്കറിയാവോ, എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഇതുപോലത്തെ കളി കളിച്ചിട്ടാണ് മഹാഭാരത യുദ്ധം വരെ ഉണ്ടായത്. നശിച്ചില്ലേ നാട്? അപ്പൂപ്പന അപ്പൂപ്പൻ. എൻ്റെ അമ്മമാര് പൊട്ടത്തരൊന്നും പുറത്തു പോയി പറയല്ലേ, ആൾക്കാർ കളിയാക്കും. വീട്ടടിച്ചു കുടുംബങ്ങളെ ടീം. അമ്മ ഇവിടെ ഇരിക്കും, നമുക്കൊരു റൗണ്ട് കളിക്കാം. കുതിരയുണ്ട്, പൈസ ചെലവൊന്നും ഇല്ല. ഏതെന്തിട്ടാ ഇത് മന്ത്രി. മന്ത്രി വെട്ടുകൊണ്ട പാട്. അമ്മ കളി കാണണം തുടങ്ങി ഇവിടെ വന്നിരിക്കുക കസേരയിട്ട്. എന്തായി? അമ്മ പറയാ ഇത് വീട്ടിൽ കളിച്ചു കഴിഞ്ഞാൽ യുദ്ധം ഉണ്ടാവും. അവളങ്ങനെ പലതും പറയും. അയ്യോ, നിങ്ങൾ ഈ കളിക്ക് കൂട്ടാണോ? എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഈ കളി കളിച്ച കുടുംബത്ത് കലഹം ഉണ്ടാവുന്നു. എടി ഇത് ബുദ്ധിയുള്ളൊരു കളിക്കുന്ന കളിയാ. നിന്റെ അച്ഛന് ബോധമില്ല, ഒന്നുമില്ല, അതാണ് പലതും പറയും. അങ്ങേർക്ക് ബോധമില്ലാത്തതുകൊണ്ടാണല്ലോ എന്നെ നിങ്ങൾക്ക് കെട്ടിച്ചു തന്നത്. അതെന്ത് കേക്ക്? അവനല്ലാതെ കുതിര മാത്രം കളിച്ചാൽ പിന്നെ ചക്കാവത്തില്ല. ഇങ്ങനെയൊക്കെല്ലെങ്കിൽ എന്റെ അച്ഛനെ എപ്പോഴും കുറ്റം പറഞ്ഞാൽ നല്ല മിടുക്കാണല്ലോ. എന്തെങ്കിലും ആവശ്യം വേണോ അങ്ങേര് വേണല്ലോ. പിന്നെ ആവശ്യം സഹായിക്കാൻ അങ്ങനെ എന്താ ഡിങ്കനാ? അതൊന്നും പറ്റത്തൊന്നുമില്ല. അതെ, ഇവിടെ എന്തായാലും യുദ്ധമാവുന്നതാണ്. അമ്മ പറഞ്ഞാൽ ശരിയാ. അതെ, നിങ്ങളൊന്ന് ഇവിടെ നിന്ന് പോവോ? ഞങ്ങൾ സമാധാനത്തിലൊന്ന് കളിച്ചോട്ടെ. അച്ഛൻ ഇത് കഴിയുമ്പോൾ വിളിക്കാം. അച്ഛ കളിയാണ്. കോപ്പ് എന്താ തല്ലിക്കൊന്നും കൊണ്ടുവന്നേക്കുവാണോ? ഇതെന്നാണ്? ഒരു മാസത്തേക്കുള്ള പച്ചക്കറി. പച്ചക്കറിയാ? എവിടെന്ന്? പച്ചക്കറി മാത്രമല്ല, പരിപ്പ്, പഞ്ചസാര, ഉഴുന്ന്, പച്ചപ്പയർ, ചുവന്നപയർ, അങ്ങനെ ചപ്പച്ചോറ് എല്ലാം. പച്ചക്കറിയാ? തീഞ്ഞാണോ? അത് നിങ്ങളുടെയൊക്കെ മനസ്സ്. വീട്ടുകാരോട് അമിതമായ സ്നേഹവും അവരോട് ആദ്യമുള്ള നല്ല മക്കളാണ് ഞങ്ങൾ, അല്ലമ്മേ? ആദ്യമുള്ള നമ്മൾ പിന്നെ സെക്കൻഡ് തന്നെ ആണല്ലോ. ഇത് അമ്മയ്ക്ക് കാട്ടുചേന കൊണ്ട് ഉണ്ടാക്കിയ ഒരു സ്പെഷ്യൽ സൗന്ദര്യവർദ്ധകത്തിന്. തമിഴാണല്ലോ എഴുതിയേക്കുന്നത്. ചേട്ടൊന്ന് വായിച്ചു. ബോഡി ബിൽഡിങ്ങിന് പറ്റിയതാണോ? ഇത് തമിഴാണല്ലോ. ഇன்று இரவு 6 മണിക്ക് സൂപ്പർ ഹിറ്റ് തിരയപ്പടം. ഉലക നായകൻ. ഞാൻ തമിഴ് കാണാറില്ല. എന്താ അവിടെ നടന്നത്? ഇത് തമിഴ്നാട്ടിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകം ചേനയാണ്. അതിന്റെ ഒരു സ്പെഷ്യൽ ചേന തൊണ്ട ചൊറിയും, കഴിക്കേണ്ടതൊന്നും. വീട്ടുകാർക്ക് വേണ്ടി ഭൂമിയുടെ ഏതറ്റം വരെയും ഞാനും എന്റെ അക്കുസും പോകും. എന്നാ നിങ്ങൾ രണ്ടും കൂടി അടുക്കളയുടെ അറ്റം വരെ ഒന്ന് എത്തിക്കാവോ? ഈ വീട്ടില് ഒരു മാസത്തേക്ക് ഒരു സാധനം മേടിക്കണ്ട, എല്ലാ സാധനവും ഇതിലുണ്ട്. പാല് മാത്രം മേടിച്ചില്ല. എന്ത് പാല് ഇന്ന് ചിഞ്ഞൂല്ലേ? എന്നാ പിന്നെ കാശുണ്ടായിരുന്നല്ലോ, ഒരു പശുവിനെ മേടിച്ചാൽ സീറ്റ് ഔട്ട് കണ്ടായിരുന്നല്ലോ. നിന്റെ അച്ഛൻ കറക്കും. അതേടാ, ഞാൻ കറക്കാടാ. അല്ല, സത്യം പറഞ്ഞ മക്കളെ, നിങ്ങൾ ഇതൊക്കെ വാങ്ങിക്കൊണ്ടു വന്നപ്പോൾ ഞങ്ങളെ കണ്ണും മനസ്സും നിറഞ്ഞുപോയി. പാലെങ്കിലും ഞങ്ങളെ വാങ്ങാൻ നിങ്ങൾ അനുവദിച്ചല്ലോ. വല്ല കാര്യമായി പോയി. നീ എന്തോടെ നോക്കണേ? അല്ല, ഇതിനൊക്കെ ആരുടെയൊക്കെ പോക്കറ്റ് അടിച്ചോണ്ടെന്ന് ആർക്കറിയാം? ഞാൻ വല്ല പോലീസ് വല്ലതും വരുന്നുണ്ടോ നോക്കിയത്. അത് ശരിയാട്ടാ. ചിലപ്പോഴേ ഈ സാധനങ്ങളൊക്കെ വെച്ചുണ്ടാക്കി തിന്നോണ്ടിരിക്കണ എൻ്റെ ഇടയിലായിരിക്കും ആരെങ്കിലും വന്ന് തൊണ്ടക്കുഴി കുത്തണേ. നീ ഇതെവിടെ മേടിച്ചോണ്ടാ? അതെ, നമ്മുടെ അക്കുനെ ഒരു സിനിമ കിട്ടി. അതെ, നൈസാട്രാ. ഓ അതല്ല, അവന് ഒരു സിനിമയിൽ പാട്ട് കമ്പോസ് ചെയ്യാൻ അവസരം കിട്ടി. അവരവന് 50,000 രൂപ അഡ്വാൻസ് കൊടുത്തു. 50,000 രൂപയാ? ഒരു കമ്പോസ്റ്റിനൊന്നും 50,000 കിട്ടത്തില്ല. കുറവല്ല. അങ്ങോട്ട് നീ 50,000 രൂപയ്ക്ക് പച്ചക്കറി മേടിച്ച്. പിന്നെ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്, അതൊക്കെ ഞാനായിട്ട് ഡീൽ ചെയ്തു.